നമസ്കാരം. കേരള നവോത്ഥാന നായകന്മാരിൽ നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന, പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനെ കുറിച്ചാണ്. അപ്പോൾ ആരായിരുന്നു പൊയ്കയിൽ കുമാരഗുരു? അദ്ദേഹം അറിയപ്പെട്ട പേരുകളാണ് പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെട്ടു, അല്ലെ? പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെട്ടു, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതേപോലെ തന്നെ പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടു, പിന്നെയോ പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടു. 3 പേരുകളിൽ ഇദ്ദേഹം അറിയപ്പെട്ടു. എന്നാൽ അദ്ദേഹത്തെ അധസ്ഥിതനായതിന്റെ പേരിൽ സവർണ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കളിയാക്കി വിളിച്ച, പരിഹസിച്ച് വിളിച്ച കുറച്ച് പേരുകൾ കൂടിയുണ്ട്. അതൊന്നും അറിയാവോ? ഒന്നായിരുന്നു പുലയൻ മത്തായി എന്ന് അധിക്ഷേപിച്ച് വിളിച്ചു. പറയൻ കുമാരൻ എന്നും അധിക്ഷേപിച്ച് വിളിച്ചു, അല്ലെ? പറയൻ കുമാരൻ എന്നും പുലയൻ മത്തായി എന്നും ഒക്കെ അധിക്ഷേപിച്ച് വിളിച്ച ഇദ്ദേഹത്തെ കേരള സമൂഹം ബഹുമാന പുരസ്സരം വിളിച്ചൊരു പേരുണ്ട്. ആ പേരാണ് കേരള നെപ്പോളിയൻ എന്ന പേരിട്ട് വിശേഷിപ്പിച്ചത്. അപ്പൊ കേരള നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പൊയ്കയിൽ കുമാര ഗുരുദേവന്റെ ചരിത്രത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണ് നമ്മൾ ഇവിടെ ഈ ക്ലാസ്സിലൂടെ നടത്താൻ പോകുന്നത്. ക്ലാസ് എടുക്കുന്ന എന്റെ പേര് ഇപ്പോൾ എല്ലാവർക്കും പരിചയമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പേര് ശ്രീറാം എന്നാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പൊ ഈ കുമാര ഗുരുദേവൻ എന്ന് പറഞ്ഞ ആള് എവിടെയാണ് ജനിച്ചതെന്ന് നമ്മൾ അറിയണം. അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം എന്ന് പറയുന്നത് ഇരവിപ്പേരൂർ എന്നൊരു സ്ഥലമുണ്ട്. ഇരവിപ്പേരൂർ. ഈ ഇരവിപ്പേരൂർ എവിടെയാണെന്നറിയാവോ? ഇരവിപ്പേരൂർ എന്ന് പറയുന്ന സ്ഥലം ഇന്ന് പത്തനംതിട്ട എന്നുള്ള ജില്ലയിലാണ്, അല്ലെ? പത്തനംതിട്ട എന്ന ജില്ലയിലാണ് ഇരവിപ്പേരൂർ ഉള്ളത്. അപ്പൊ പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂരിലെ 1879 ജനിച്ച ഒരു വ്യക്തി അതായിരുന്നു പൊയ്കയിൽ കുമാരഗുരുദേവൻ. അന്ന് ഇദ്ദേഹം കുമാരഗുരുദേവൻ ഒന്നും ആയിട്ടില്ല. ഇദ്ദേഹം ജനിച്ച കുടുംബം എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് അധസ്ഥിതൻ എന്ന് മുദ്രകുത്തപ്പെട്ടിരുന്ന പറയ സമുദായത്തിലായിരുന്നു ജനിച്ചിരുന്നത്. പറയ സമുദായം എന്ന് പറയുമ്പോൾ അടിയാളനെ പോലെ പണിയെടുക്കണം, ജന്മിമാരുടെ കീഴിൽ അധിവസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഈ പറയ സമുദായത്തിൽപ്പെട്ട ഈ പറയുന്ന കണ്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തിന്റെ ഭാര്യ ലച്ചി. അപ്പൊ കണ്ടന്റെയും ലച്ചിയുടെയും പുത്രനായിട്ട് ജനിച്ചൊരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പേരായിരുന്നു കുമാരൻ. നമ്മൾ കുമാരൻ എന്ന് പരിഷ്കരിച്ച് പറയുന്നു, പക്ഷെ അന്നത്തെ കാലത്ത് കുമാരൻ കുലീനമായ കുടുംബത്തിൽ ജനിക്കുന്നവൻ, കുമാരൻ എന്ന് പറയുന്ന ആള് താഴ്ന്ന സമുദായത്തിൽ ജനിക്കുന്നവൻ. അതായിരുന്നു. അങ്ങനെ കുമാരൻ പറയ സമുദായത്തിൽ ജനിച്ചതിനാലാണ് അദ്ദേഹത്തെ പറയൻ കുമാരൻ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഈ കണ്ടന്റെയും ലച്ചയുടെയും മകനായ കുമാരനും മറ്റും കൂട്ടിക്കിടപ്പുകാരായിരുന്നു, അടിയാളന്മാരായിരുന്നു. ഇവർ ഏത് കുടുംബത്തിന്റെ കീഴിലെന്ന് ചോദിച്ചാൽ ശങ്കരമംഗലം എന്ന് പറഞ്ഞൊരു തറവാടുണ്ടായിരുന്നു. ശങ്കരമംഗലം. ഈ തറവാടിനെ പണ്ട് തോമാസ് ലീഹ വന്നു കഴിഞ്ഞിട്ട് ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചു, അതല്ലെങ്കിൽ ജ്ഞാനസ്നാനപ്പെടുത്തി എന്ന് പറയും. അതുകൊണ്ട് തന്നെ ഇവരെന്താണ് സുറിയാനി ക്രൈസ്തവർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ശങ്കരമംഗലം തറവാട്ടിലെ സുറിയാനി വിഭാഗത്തിൽപ്പെട്ട ക്രൈസ്തവരുണ്ട്. ആ കുടുംബത്തിന്റെ കുടികിടപ്പുകാരും അടിയാളന്മാരുമായിട്ട് ഉണ്ടായിരുന്ന ആൾക്കാരായിരുന്നു കണ്ടനും ലച്ചിയും. ആ കണ്ടന്റെയും ലച്ചയുടെയും മകനായിരുന്നു കുമാരൻ. അതുകൊണ്ട് തന്നെ ഈ ശങ്കരമംഗലം എന്ന് പറഞ്ഞ ക്രിസ്ത്യൻ കുടുംബത്തിന്റെ പ്രേരണയാൽ ഈ കണ്ടനും ലച്ചിയും കുമാരനും എന്ത് ചെയ്തു? ക്രിസ്തു മതത്തിലേക്ക് മതപരിവർത്തനം നടത്തി, അല്ലെ? മതപരിവർത്തനം എന്ന് പറയുന്നത് ഇവിടെ നടത്തുകയാണുണ്ടായത്. കാര്യം മറ്റൊന്നുമല്ല, അന്നത്തെ കാലത്ത് ഹൈന്ദവ സമുദായത്തിലെ ഭയങ്കരമായ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിൽക്കുന്ന കാലഘട്ടമാണ്. എന്നാൽ ക്രിസ്തു മതത്തിൽ അത്രയേറെ ജാതീയമായ അതിർവരമ്പുകൾ ഇല്ലാതെ എന്നൊരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു? കണ്ടനും ലക്ഷ്യം കൂടി തീരുമാനിച്ചു അതിർവരമ്പുകളില്ലാത്ത തങ്ങളുടെ ജന്മിയായ ശങ്കരമംഗലത്തെ സുറിയാനി ക്രൈസ്തവ കുടുംബത്തിനെ പോലെ ഒരു സമുദായത്തിൽ ജീവിക്കാമെന്ന ചിന്തയോടുകൂടി ഇവരെന്ത് ചെയ്തു? മതപരിവർത്തനം നടത്തി. പക്ഷേ മതപരിവർത്തനം നടത്തി കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. എന്താ മനസ്സിലായത്? യോഹന്നാൻ എന്നുള്ള പേരും ഒക്കെ സ്വീകരിച്ചു, അല്ലെ? കുമാരൻ എന്നുള്ള പേര് മാറ്റി യോഹന്നാൻ എന്നുള്ള പേര് സ്വീകരിച്ചു. പക്ഷെ യോഹന്നാൻ ഏത് യോഹന്നാനാണ്? പറയൻ കുമാരൻ മാറിയിട്ട് അവിടെ പറയൻ യോഹന്നാൻ എന്നാണ് പിന്നീട് വിളിക്കപ്പെട്ടത്. അപ്പം ഈ സ്ഥാനപ്പേരിന് മാറ്റമുണ്ടായില്ല. താഴ്ന്ന ജാതിയിൽപ്പെട്ടവൻ, അതായത് ഏത് മതം മാറിയാലും അവന്റെ അടിസ്ഥാന സമുദായത്തിന്റെ പേര് വിളിച്ചാണ് അധിക്ഷേപിച്ചുകൊണ്ടിരുന്നത്. മാത്രമല്ല പള്ളികളിൽ
സുറിയാനി ക്രൈസ്തവരുടെ പള്ളികളിൽ ഇവർക്ക് പ്രവേശനം എന്ന് പറയുന്നത് അടുത്തേക്കൊന്നും അനുവദിച്ചിരുന്നില്ല. മരണപ്പെട്ട് കഴിഞ്ഞാൽ മറവ് ചെയ്യുന്ന സെമിത്തേരി പോലും അനുവദിച്ചിരുന്നില്ല. പുറത്തെവിടെയെങ്കിലും ഒരു കുഴികുത്തി അവിടെയായിരുന്നു മറക്കേണ്ടിയിരുന്നത്. അപ്പം മതം മാറിയാലും ജാതീയമായ ഉച്ചനീചത്വങ്ങൾ നിൽക്കുന്നു എന്ന് കണ്ടപ്പോൾ അതിനെ ചോദ്യം ചെയ്യുവാനായിട്ട് നമ്മുടെ യോഹന്നാൻ തീരുമാനിച്ചു. അങ്ങനെ യോഹന്നാൻ ചോദ്യം ചെയ്ത് കഴിഞ്ഞപ്പോൾ യോഹന്നാനെയും മറ്റും എന്ത് ചെയ്തു? ഈ സുറിയാനി സഭയിൽ നിന്നും പുറത്താക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പുറത്താക്കപ്പെടും എന്നൊരവസ്ഥ വന്നപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? മറ്റൊരു സഭയിൽ ചേർന്നു. ആ സഭയായിരുന്നു ബ്രദറൻ സഭ എന്ന് പറഞ്ഞൊരു സഭയുണ്ട്. ഈ ബ്രദറൻ സഭയിൽ ചേർന്നു. ബ്രദറൻ സഭക്കാർ പറഞ്ഞു, നിങ്ങൾക്ക് അമ്പലമല്ല, അന്നത്തെ ആ ആരാധനാലയത്തിനകത്ത് കിടന്ന് പള്ളിയിൽ കിടന്ന് ആരാധന നടത്താൻ അനുവദിക്കാത്ത ആ സമുദായത്തിൽ നിങ്ങൾ നിൽക്കണ്ട, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങൾ നൽകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ നമ്മുടെ യോഹന്നാന സുഹൃത്തുക്കളോട് ബ്രദറൻ സഭയിലേക്ക് വന്ന് ജോയിൻ ചെയ്യുകയാണ്. ബ്രദറൻ സഭക്കാർ ചെയ്ത പരിപാടി എന്താണ്? അവര് പ്രത്യേകമായിട്ടൊരു പള്ളി ഇവർക്കായിട്ട് പണിത് കൊടുത്തു. ആർക്കായിട്ട്? അധസ്ഥിത വിഭാഗത്തിന് വന്നിരുന്ന ആരാധന നടത്താനായിട്ടൊരു പള്ളി. അത് മെയിൻ പള്ളിയിൽ കയറ്റിയില്ല, അധസ്ഥിതർക്ക് വേണ്ടി പ്രത്യേകമായിട്ടൊരു പള്ളി പണിയിച്ചു കൊടുത്തു. അപ്പോൾ നമ്മുടെ യോഹന്നാന് മനസ്സിലായ എന്താണ്? ഈ ക്രിസ്ത്യാനിയായിട്ട് പരിവർത്തനം ചെയ്തു കഴിഞ്ഞാലും ജാതിയിൽ താഴ്ന്നവനാണെന്നുണ്ടെങ്കിൽ ഹൈന്ദവ മതത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ തന്നെ ഈ മതത്തിലുണ്ട്. ഇത് ഹൈന്ദവരുടെ ആരാധനാ കേന്ദ്രമായ ചാതുർവർണ്ണി വ്യവസ്ഥ സനാതന ധർമ്മത്തിലൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ക്രൈസ്തവരുടെ ഏതെങ്കിലും നിയമത്തിൽ ഇത് പറയുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന് ഒരു അന്വേഷണം നടത്താൻ തോന്നി. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ബൈബിൾ എടുത്തു വെച്ച് നന്നായിട്ട് പഠിച്ചു. അല്ലെ, ബൈബിൾ എടുത്തു വെച്ച് നന്നായിട്ട് അദ്ദേഹം ഒന്ന് വായിച്ചു പഠിച്ചു. ഏതെല്ലാം ബൈബിൾ എടുത്തു? യഥാർത്ഥ ബൈബിൾ, അതായത് ഹീബ്രു ഭാഷയിൽ തയ്യാറാക്കിയ ബൈബിളിന്റെ പ്രതികൾ വരെ ഇദ്ദേഹം എടുത്ത് വായിച്ചു പഠിച്ചു. അപ്പോൾ ഇദ്ദേഹത്തിന് മനസ്സിലായി, ബൈബിൾ ഒരു കാരണവശാലും ജാതി വ്യവസ്ഥയെ പറ്റി പറയുന്നില്ല, ചാതുർവർണ്ണീയ വ്യവസ്ഥയെ പറ്റി പറയുന്നില്ല. ഇതിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് കേരളത്തിലെ പഴയ സനാതന ധർമ്മത്തിൽ നിന്നും ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു വന്നിരിക്കുന്ന ആളുകൾ അവരുടെ ജാതീയമായ മേൽക്കോയ്മയും സവർണ മേധാവിത്വവും എല്ലാം പുലർത്തുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്ത ഒരു ബൈബിളാണ് ഇവിടെയുള്ള ബൈബിൾ. അതുകൊണ്ട് തന്നെ യഥാർത്ഥ ബൈബിളിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഞാൻ എന്തിനാണ് ഈ ചാതുർവർണ്ണീയ വ്യവസ്ഥ പ്രകാരം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്ന ഇവിടെയുള്ള ആചാരങ്ങളെല്ലാം ചാതുർവർണ്ണീയ വ്യവസ്ഥ പ്രകാരം അംഗീകരിച്ചു കൊടുത്തിരിക്കുന്ന ഈ ബൈബിളിനെ അംഗീകരിക്കുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? സമാനമായ ആശയങ്ങളിൽ ചിന്തിക്കുന്ന ആൾക്കാരെ വിളിച്ചുകൂട്ടി അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. അവർക്കും സമാനമായ ഒരാശയമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? അവർ അതിനെതിരെ പ്രതികരിക്കാൻ തീരുമാനിച്ചു. അതിന്റെ പ്രതികരണം വരുന്നത് വാകത്താനം എന്നൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. പ്രതികരണം നടന്നത് 1906 1906 വാകത്താനം എന്ന സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ഒരു ഉപദേശിയുണ്ട്. അതായത് ഉപദേശി എന്ന് പറയാൻ നേരത്ത് ഈ ക്രിസ്തു മതത്തിലേക്ക് ആൾക്കാരെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുവാനായിട്ട് പ്രേരിപ്പിക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഉപദേശി എന്നുള്ള പാസ്റ്റർ എന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ അത്തരത്തിലൊരു പാസ്റ്റർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് ആദിച്ചൻ എബ്രഹാം എന്ന് പറയും. ഈ ആദിച്ചൻ എബ്രഹാം ഒക്കെ കൂടിയാണ് ഇദ്ദേഹത്തെ ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യിപ്പിച്ചത്. അവിടെ ചെന്നു കഴിഞ്ഞും ജാതി വ്യവസ്ഥ അനുഭവിച്ചറിയേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ചോദ്യം ചെയ്യാനായിട്ട് ആര് തീരുമാനിച്ചു? നമ്മുടെ യോഹന്നാൻ തീരുമാനിച്ചു. അദ്ദേഹം എന്ത് ചെയ്തു? ഈ ആദിച്ചൻ എബ്രഹാമിന്റെ പുരയിടത്തിൽ വെച്ച് വാകത്താനത്ത് വെച്ച് 1906 ബൈബിള് കത്തിച്ചു കളഞ്ഞു. ബൈബിളിനെ കത്തിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ക്രിസ്തു മതത്തിനോട് വിട പറയുകയാണ് ഉണ്ടായത്. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഹൈന്ദവനായിരുന്നു, ഹൈന്ദവ മതത്തിൽ ഞങ്ങൾ ദളിതർ നേരിടുന്ന അവഗണനകൾ സഹിക്കാൻ പറ്റാതെ ഞങ്ങൾ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. എന്നാൽ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്ത് ഞങ്ങൾക്ക് ഹൈന്ദവ മതത്തിൽ നേരിടേണ്ടി വന്നിരുന്ന അതേ തരത്തിലുള്ള അവഗണനയും അടിച്ചമർത്തലുകളും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നും നേരിടേണ്ടതായിട്ട് വന്നു. അപ്പോൾ അധസ്ഥിതനായി പിറന്നവൻ എവിടെയും അധസ്ഥിതനായിട്ട് നിലനിൽക്കുന്നതിന്റെ കാരണം അവന്റെ അധസ്ഥിതമായിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ക്രൈസ്തവനായാലും ഹൈന്ദവനായാലും അവൻ ദ്രാവിഡ ദളിതനാണ്. അവൻ ചാതുർവർണ്ണി വ്യവസ്ഥ പ്രകാരം അവൻ താഴെക്കിടയിലുള്ളവനാണ്. അവന്റെ അവസ്ഥയ്ക്ക് മാറ്റം വരണം എന്നുള്ള ചിന്ത മുൻനിർത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ആശയം രൂപീകരിച്ചു. ഹൈന്ദവനല്ലാത്ത ക്രൈസ്തവനല്ലാത്ത ഒരു ദ്രാവിഡ ദളിതനാണ് ഞങ്ങളുടെ കൂടെ ഇനി ഉണ്ടാവേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആശയം രൂപീകരിച്ചു. ആ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സംഘടനയും രൂപീകരിച്ചു. ആ സംഘടനയാണ് 1909 രൂപം കൊണ്ട. എവിടെ രൂപം കൊണ്ട? പത്തനംതിട്ടയിലെ ഇരവിപ്പേരൂർ എന്ന സ്ഥലം, അല്ലെ? പത്തനംതിട്ട ജില്ലയിലെ ഇരവിപ്പേരൂർ എന്ന സ്ഥലത്ത് രൂപം കൊണ്ടൊരു സംഘടന പേരിതായിരുന്നു പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയും. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആര് രൂപം കൊടുത്ത സംഘടന എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്നറിയപ്പെടുന്ന, പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന
പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ, അല്ലെങ്കിൽ കേരള നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആ നവോത്ഥാന നായകന്റെ സംഭാവനയാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ അദ്ദേഹം ഈ ഒരു സംഘടന രൂപീകരിച്ചു. എന്നിട്ട് അടിയാള വിഭാഗം അല്ലെങ്കിൽ അധസ്ഥിത വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം രൂപീകരിച്ച സംഘടനയാണത്. അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സവർണ വിഭാഗത്തിനെതിരായിട്ട് ഒരുപാട് പ്രക്ഷോഭങ്ങളൊക്കെ നടന്നു. വാകത്താനത്ത് നടന്നു, മുണ്ടക്കയത്ത് നടന്നു. അങ്ങനെ പല പല സ്ഥലങ്ങളിലും ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രക്ഷോഭങ്ങളെല്ലാം സംഘടിപ്പിച്ചു. ഈ ലഹള അടിയാള വിഭാഗർ, അതായത് അടിസ്ഥാന വിഭാഗമായ അടിയാള വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടി നടത്തപ്പെട്ട ലഹളയായതുകൊണ്ട് ഈ ലഹള പൊതുവെ അറിയപ്പെടുന്ന പേരാണ് അടിലഹള എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഈ അടിലഹളയിൽ ഇദ്ദേഹം ഉന്നയിച്ച കാര്യം എന്താണ്? അധസ്ഥിത വിഭാഗത്തിന് എന്ത് കൊടുക്കണം? വിദ്യാഭ്യാസം കൊടുക്കണം. അപ്പൊ അധസ്ഥിത വിഭാഗത്തിന് വിദ്യാഭ്യാസം അനുവദിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. വിദ്യാഭ്യാസം മാത്രം മതിയോ? പോരാ, പിന്നെന്ത് വേണം? അവർക്ക് തൊഴിലിൽ സംവരണം ഏർപ്പെടുത്തണം. അപ്പൊ തൊഴിൽ സംവരണം എന്ന് പറയുന്നത് ആവശ്യപ്പെട്ടു. ആരാവശ്യപ്പെട്ടു? പൊയ്കയിൽ കുമാരഗുരുദേവൻ ആവശ്യപ്പെട്ടു. തൊഴിൽ സംവരണം ആവശ്യപ്പെട്ടു. പിന്നെയോ, ഇവർ കുടികിടപ്പുകാരാണ്. കുടികിടപ്പ് എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു ജന്മിയുടെ പാടശേഖരത്ത് പകലന്തിയോളം പണിയെടുത്തുകൊണ്ട് ജന്മിയുടെ കുടുംബത്തെ പുഷ്ടിപ്പെടുത്തുന്ന ചുമതല ശിരസാ വഹിച്ചുകൊണ്ട് അടിമയെ പോലെ കഴിയുന്ന കുടുംബങ്ങളെയാണ് നമ്മൾ കുടികിടപ്പുകാരെന്ന് വിശേഷിപ്പിക്കുന്നത്. ആ കുടികിടപ്പുകാർക്ക് സ്വന്തമായിട്ട് ഭൂമിയില്ല. അതുകൊണ്ട് എന്ത് വേണം? ഭൂമി അനുവദിച്ച് നൽകുക. അപ്പൊ സ്വന്തമായി ഭൂമി കിട്ടണം, അല്ലെ? സ്വന്തമായിട്ട് ഭൂമി ഞങ്ങൾക്ക് വേണമെന്നുള്ള ആവശ്യമുണ്ടായിരുന്നു. വിദ്യാഭ്യാസം വേണം. കൂടാതെയോ, ഇംഗ്ലീഷ് ഭാഷ എന്ന് പറയുന്നത് പഠിച്ചെടുക്കുവാനായിട്ട് പല ആളുകൾക്കും ബുദ്ധിമുട്ടുകളുണ്ട്, അല്ലെ? പല ആളുകൾക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ആ ബുദ്ധിമുട്ടുകളെല്ലാം മനസ്സിലാക്കാനായിട്ട് ഇദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു? ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പഠിക്കുവാനായിട്ട് ആദ്യത്തെ അധസ്ഥിതർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ ഇദ്ദേഹം സ്ഥാപിക്കുകയാണ്. ഇംഗ്ലീഷ് സ്കൂൾ ആർക്ക് വേണ്ടിയിട്ടാണ്? അധസ്ഥിതർക്ക് വേണ്ടിയിട്ടാണ്. കാര്യം അധസ്ഥിതരുടെ മക്കൾ ഇംഗ്ലീഷ് സ്കൂളിൽ പഠിപ്പിക്കുവാനായിട്ട് ബ്രിട്ടീഷുകാർ സമ്മതിച്ചാലും ആര് സമ്മതിക്കുന്നില്ല? ഇവിടെയുള്ള സവർണർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് സ്വന്തം ചിലവിൽ അദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചു. ആ സ്കൂളാണ് അവർണർക്കായി സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അവർണർക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഒരു സ്കൂൾ സ്ഥാപിച്ചു. ആ സ്കൂളാണ് ആദ്യത്തെ ഇംഗ്ലീഷ് സ്കൂൾ എന്ന പേരിൽ അറിയപ്പെടുന്ന സ്കൂൾ. അങ്ങനെ സ്വന്തം ഭൂമി അടിസ്ഥാനവർഗമായ അടിയാളർക്ക് വേണമെന്നും തൊഴിൽ സംവരണം അനുവദിച്ചു കൊടുക്കണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം എന്ത് ചെയ്തു? പ്രക്ഷോഭങ്ങളെല്ലാം ആരംഭിച്ചു. ആ പ്രക്ഷോഭങ്ങളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് അടിലഹള എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. നമ്മുടെ ഈ പൊയ്കയിൽ ഗുരുദേവന്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ട തിരുവിതാംകൂറിലെ ഭരണാധികാരികൾക്ക് ഇദ്ദേഹത്തിന്റെ സമുദായത്തെ ഉദ്ധരിക്കണമെന്നുള്ള ചിന്തയുണ്ടാവുകയും ആ സമുദായ ഭരണം എന്നുള്ള ചിന്ത മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പൊയ്കയിൽ കുമാരഗുരുദേവനെ അവരെന്ത് ചെയ്തു? അവർ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിട്ട് തിരഞ്ഞെടുത്തു. 1921 1931 പൊയ്കയിൽ കുമാരഗുരുദേവൻ ശ്രീമൂലം പ്രജാസഭയിലെ അംഗമായ വർഷങ്ങളുണ്ട്. അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന നവോത്ഥാന നായകരിൽ ഒരാളാണ് നമ്മുടെ പൊയ്കയിൽ കുമാരഗുരുദേവൻ. 1921 പൊയ്കയിൽ കുമാരഗുരുദേവന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് കൂടി നമ്മൾ അറിഞ്ഞേക്കുക കേട്ടോ. ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അല്ലെ? ഇദ്ദേഹത്തിന്റെ ഒരു കൃതിയുണ്ട്. ഇദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് രത്നമണികൾ എന്ന പേരായ ഒരു കൃതികളാണ് കേട്ടോ. രത്നമണികൾ എന്ന പേരായ ഒരു കൃതി ഇദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. രത്നമണികൾ എന്നുള്ള കൃതി എഴുതിയത് ആര് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പൊയ്കയിൽ കുമാരഗുരുദേവനാണ്. പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്, അല്ലെ? പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്നൊരു കൃതി എഴുതിയിട്ടുണ്ട്. പൊയ്കയിൽ കുമാരഗുരുദേവനെ കുറിച്ച് കൃതി എഴുതിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ രേണുകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് കൃതി എഴുതിയിരിക്കുന്നത് കേട്ടോ. രേണുകുമാർ എഴുതിയ കൃതിയാണ് ആ പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്ന് പറഞ്ഞ ആ ഒരു കൃതി. അപ്പോൾ ഈ പൊയ്കയിൽ കുമാരഗുരുദേവൻ അദ്ദേഹത്തിന്റെ ജീവിത അവസാനം വരെ പൊരുതിയത് ആർക്ക് വേണ്ടിയിട്ടാണ്? അധസ്ഥിത വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അധസ്ഥിത വിഭാഗം എന്ന് പറയുന്നത് ഹൈന്ദവനല്ലാത്ത, ക്രൈസ്തവനല്ലാത്ത ദ്രാവിഡ ദളിതനാണ്. ദ്രാവിഡ ദളിതന് ആരാണ് ദൈവം? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്നാണ് ആ ദ്രാവിഡ ദളിതന്മാരുടെ സംഘടന അറിയപ്പെട്ടത്. അതായത് കല്ലിലും മണ്ണിലും ഉള്ള ദൈവത്തെയല്ല, നമുക്ക് നമ്മുടെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ നേരിട്ട് ഇടപെട്ട് നമുക്ക് ഉന്നമനം നൽകുവാനായിട്ട് വരുന്ന ദൈവം ഏതാണോ ആ ദൈവത്തിനെയാണ് നമ്മൾ ആദരിക്കേണ്ടത്, ആ ദൈവത്തിനെയാണ് നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം
രൂപീകരിച്ച ആശയമാണ് പ്രത്യക്ഷത്തിൽ രക്ഷപ്പെടുത്തുവാൻ വരുന്ന ദൈവമാണ് നമ്മുടെ എന്ന് പറഞ്ഞുകൊണ്ട് രൂപീകരിച്ച പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്നത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അറിയപ്പെടുന്ന മറ്റൊരു പേര് PRDS എന്നാണ് അറിയപ്പെടുന്നത്. PRDSന്റെ സ്ഥാപകനായിട്ട് കണക്കാക്കപ്പെടുന്ന എന്താണ്? ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട അനുയായികൾ ഇപ്പോഴും അദ്ദേഹത്തെ പൊയ്കയിൽ യോഹന്നാനെന്നും പൊയ്കയിൽ അപ്പച്ചനെന്നും വിളിക്കുന്നുണ്ട്. അപ്പച്ചൻ എന്ന് വെച്ചാൽ അറിയാലോ, പിതാവ് എന്ന രീതിയിലാണ് അപ്പച്ചൻ എന്ന് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ വിളിക്കുന്നത്. ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അനുയായികൾ അദ്ദേഹത്തെ വിളിക്കുന്നവര് കുമാരഗുരുദേവൻ എന്ന് പേരിട്ടുകൊണ്ടാണ് വിശേഷിപ്പിക്കുന്നത്. കുമാരഗുരുദേവൻ 1939 ഇദ്ദേഹത്തിന്റെ സമാധി ഉണ്ടാവുന്നത്. അപ്പോൾ പൊയ്കയിൽ കുമാരഗുരുദേവനെ കുറിച്ച് നമ്മൾ നോക്കിയാൽ അദ്ദേഹം അറിയപ്പെട്ട പേരുകൾ ചോദിക്കാം. ഏതൊക്കെയായിരുന്ന പേരുകൾ? പൊയ്കയിൽ യോഹന്നാൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്, പൊയ്കയിൽ അപ്പച്ചൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്, പൊയ്കയിൽ കുമാരഗുരുദേവൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്, കേരള നെപ്പോളിയൻ എന്ന പേരിൽ അറിയപ്പെട്ടിട്ടുണ്ട്, പുലയൻ മത്തായി എന്ന് അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്, പറയൻ കുമാരൻ എന്നും അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ജനനം എവിടെയായിരുന്നു? പത്തനംതിട്ടയിലെ ഇരവിപ്പേരൂർ എന്ന സ്ഥലത്ത് 1878 ഇദ്ദേഹം ജനിച്ചത്. പറയ സമുദായത്തിലായിരുന്നു. അച്ഛന്റെ പേര് കണ്ടൻ, അമ്മയുടെ പേര് ലച്ച്. ഇവര് കുടിയാന്മാരായിരുന്നു. ഏത് കുടുംബത്തിന്റെ? ശങ്കരമംഗലം എന്ന് പറഞ്ഞൊരു ക്രൈസ്തവ കുടുംബത്തിന്റെ കുടിയാന്മാരായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ജന്മിമാരുടെ പ്രേരണയിൽ ക്രൈസ്തവ മതത്തിലേക്ക് പരിവർത്തനം ചെയ്തു. എന്നാൽ ക്രൈസ്തവ സമുദായത്തിലേക്ക് പരിവർത്തനം ചെയ്ത അധസ്ഥിത വിഭാഗത്തിന് പള്ളിയിൽ കിടന്ന ആരാധനയ്ക്ക് അവരനുവദിച്ചിരുന്നില്ല. മരണമടഞ്ഞു കഴിഞ്ഞാൽ സെമിത്തേരി അനുവദിച്ചു കൊടുത്തിരുന്നില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ പൊയ്കയിൽ യോഹന്നാൻ, അല്ലെങ്കിൽ ഈ കുമാരൻ എന്നുള്ള പേര് മാറ്റി യോഹന്നാനായില്ലേ, ആ യോഹന്നാനും കൂട്ടുകാരും എന്ത് ചെയ്തു? കലഹിച്ചപ്പോൾ അവരെ സഭയിൽ നിന്ന് പുറത്താക്കി. ഇവർ വാശിക്ക് ബ്രദറൻ സഭയിൽ പോയി ചേർന്നു. പക്ഷെ ബ്രദറൻ സഭക്കാരും ഇവർക്ക് വേണ്ടുന്ന, ഇവരാഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സൗകുമാര്യങ്ങളൊന്നും ചെയ്തു കൊടുത്തില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ ബൈബിളിൽ ക്രൈസ്തവ വിഭാഗത്തെ പറ്റി പറയുന്നത് എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് യഥാർത്ഥ ബൈബിൾ, ഹീബ്രു ഭാഷയിലുള്ള യഥാർത്ഥ ബൈബിൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം മനസ്സിലായ കാര്യം എന്താണ്? ജാതി വ്യവസ്ഥ എന്ന് വെച്ചാൽ ഇവിടെ മാത്രമേ ഉള്ളെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെയുള്ള ബൈബിളിന് ഞങ്ങൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവിടെ അറിയപ്പെടുന്ന ഒരു ഉപദേശിയുണ്ട്. ആ ഉപദേശിയുടെ പുരയിടത്തിൽ ചെന്നിട്ട്, വാഗത്താനത്തുള്ള പുരയിടത്തിൽ ചെന്നിട്ട് എന്ത് ചെയ്തു? ബൈബിൾ എടുത്ത് കത്തിച്ചു. ഇതാണ് വാഗത്താനം വിപ്ലവം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആദിത്യൻ അബ്രഹാമിന്റെ പുരയിടത്തിൽ വെച്ചാണ് കത്തിച്ചത്. അതിനുശേഷം എന്ത് ചെയ്തു? 1909 ഇരവിപ്പേരൂർ, പത്തനംതിട്ടയിലെ ഇരവിപ്പേരൂർ കേന്ദ്രമാക്കിയിട്ട് ഒരു സംഘടന ഉണ്ടാക്കി. ഏതായിരുന്നു? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന് പറയുന്ന സംഘടന. എന്നിട്ട് അടിസ്ഥാന വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് വാഗത്താനത്തും മുണ്ടക്കയത്തും ഒക്കെ ആയിട്ട് എന്ത് ചെയ്തു? ഒരുപാട് സമരങ്ങളൊക്കെ നടത്തി. ഈ കാലയളവിലാണ് ഒന്നാം ലോക മഹായുധം ഉണ്ടാകുന്നത്. അപ്പോൾ എന്ത് ചെയ്തു? യുദ്ധ വിരുദ്ധ ജാഥ എന്ന പേരിൽ ഇദ്ദേഹം എന്ത് ചെയ്തു? ഒരു ജാഥ നയിക്കുകയുണ്ടായി. അപ്പൊ യുദ്ധവിരുദ്ധ ജാഥ നയിച്ച നവോത്ഥാന നായകൻ ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ പൊയ്കയിൽ കുമാരഗുരുദേവനാണ് യുദ്ധവിരുദ്ധ ജാഥയൊക്കെ നയിച്ചത്. ഇദ്ദേഹം വിദ്യാഭ്യാസത്തിനും തൊഴിൽ സംവരണത്തിനും സ്വന്തമായി ഭൂമിക്കും വേണ്ടിയിട്ട് ഒരുപാട് സമരം ചെയ്ത വ്യക്തിയാണ്. ശ്രീമൂലം പ്രജാസഭയിൽ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങളെല്ലാം അദ്ദേഹം ഉന്നയിച്ചു. അതാവശ്യങ്ങൾക്കൊടുവിൽ അധസ്ഥിത വിഭാഗത്തിൽ ഒരു ഇംഗ്ലീഷ് സ്കൂൾ അനുവദിച്ചു കിട്ടി. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലും അംഗമായിരുന്നു. 1921-ലും 1931-ലും ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന വ്യക്തിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ കൃതി രത്നമണികൾ എന്ന പേരിൽ അറിയപ്പെടുമ്പോൾ ഇദ്ദേഹത്തെ വെച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ചരിത്രം എഴുതിയ ഒരു കൃതിയാണ് പൊയ്കയിൽ കുമാരഗുരുദേവൻ. അത് രേണുകുമാർ എന്ന് പറഞ്ഞ ഒരാളാണ് എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഏറ്റവും വലിയ ആശയം എന്ന് വെച്ചാൽ ഹൈന്ദവനല്ലാത്ത, ക്രൈസ്തവനല്ലാത്ത ദ്രാവിഡ ദളിതൻ എന്നുള്ള ആശയമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. ഇദ്ദേഹത്തിന്റെ സംഘടന അറിയപ്പെടുന്ന പേരാണ് PRDS അഥവാ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ കുമാരഗുരുദേവനെ കുറിച്ചുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓൾ ദ ബെസ്റ്റ്.